കർത്താവിൻ്റെ മുൻപിൽ ഒരുക്കുന്ന കണ്ണീരൊന്നും വെറുതെ ആവുന്നില്ല എന്നുള്ളത്. ഈശോ ഉയർത്തെഴുന്നേറ്റ കർത്താവ് വന്ന് ആദ്യം ചോദിക്കുന്ന ചോദ്യം നമ്മൾ കേൾക്കണം, സ്ത്രീയെ നീ എന്തിനാ കരയണേ? വളരെ ഗൗരവത്തിലെടുക്കണേ ആ കണ്ണീര്. സ്ത്രീയെ നീ എന്തിനാ കരയണേ? നമ്മുടെ വീടിൻ്റെ അകത്തുള്ള ഈ സ്ത്രീകളുടെ കരച്ചില് നമ്മൾ കാണാതെ പോകുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. ഇന്ന് അവരെ ഒന്ന് സമർപ്പിക്കുകയാണ് പ്രത്യേകിച്ച്. കാരണം നമ്മുടെ കുടുംബം ഇങ്ങനെ നിലനിൽക്കുന്നതിനുള്ള കാരണം അവർ ആ തിരുനടയിൽ അർപ്പിക്കുന്ന കണ്ണീരാണെന്നാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ചേട്ടന്മാരൊക്കെ മിക്കവാറും ഇരിക്കാറ് പോലും ഇല്ലല്ലോ അവിടെ. എന്നാൽ ആ തിരുഹൃദയ നടയിൽ ഒഴുകിയിറങ്ങുന്ന ഈ ചേച്ചിമാരുടെ, ഈ അമ്മമാരുടെ, ഈ പെങ്ങന്മാരുടെ, ഈ കൊച്ചു മക്കളുടെയൊക്കെ കണ്ണീര്, അതുകൊണ്ട് നമ്മുടെ കുടുംബം ഇങ്ങനെ നിലനിന്നു പോകുന്നുണ്ട്. ശരിക്കും കർത്താവിൻ്റെ മുൻപിൽ അവനെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഓർസ്ലേമിലെ ആ ഒരു സ്ത്രീകളെ നോക്കിയിട്ട് കർത്താവ് പറയും, എന്നെ ഓർത്ത് കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയും. അത് ഗൗരവത്തിലെടുക്കുന്നുണ്ട് കർത്താവ് ആ കരച്ചില്. അങ്ങനെ കരഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗത്തിൻ്റെ കൃപ കിട്ടും, കരുണ കിട്ടും. അതുകൊണ്ട് കരയും. അമ്മമാരുടെ ഈ കരച്ചിലുകൾ, ചേച്ചിമാരുടെ കരച്ചിലുകൾ, സ്ത്രീജനങ്ങളുടെ കരച്ചിലുകൾ ഗൗരവത്തിലെടുക്കാതെ എങ്ങനെയാണ് നമ്മൾ അവനെ ഗൗരവത്തിലെടുത്തിരിക്കുന്നുവെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്? അവൻ്റെ പഠനങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ പകർത്തുന്നുവെന്ന് എങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത്? നമ്മുടെ വീടകങ്ങളിലെ സ്ത്രീജനങ്ങളുടെ നിലവിളികൾ അത് കാണാതെ പോകരുത്. നമ്മൾ അറിയാതെ പോലും അവരെ തിരുനടയിലും തിരുവൽത്താരയ്ക്ക് മുൻപിലും ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന കണ്ണീര് കൊണ്ടാണ് നമ്മൾ എപ്പോഴും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്നുള്ള തിരിച്ചറിവുണ്ടാവണം. കുടുംബം സമാധാനത്തിൽ നിലനിൽക്കുന്നതിനുള്ള കാരണം അതാണെന്നറിയണം. അതിന് ചേച്ചിമാർക്ക് വേണ്ടി മാത്രം റിസർവ് ചെയ്ത് വെക്കേണ്ട കാര്യമല്ല. ആരൊക്കെ കർത്താവിൻ്റെ മുൻപിൽ ചെന്ന് കണ്ണീരോടുകൂടെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവരുടെ കണ്ണീരിനൊക്കെ ഇങ്ങനെ ഫലം കിട്ടിയിട്ടുണ്ടെന്നറിയാം.